പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ പിതാവ് ലയോ 13 മാർപ്പാപ്പ 1897 മെയ് മാസം 9 പ്രാർത്ഥിച്ച നൊവേനയാണ് പരിശുദ്ധാത്മാവിൻ്റെ നൊവേന. സഭ ഔദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടുള്ള ഏക നൊവേന ഈ പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയാണ്. നമ്മൾ പന്തക്കുസ്ത തിരുനാളിലേക്ക് ഒരുങ്ങുന്ന ഏറ്റവും അടുത്ത ദിനങ്ങളാണ്. 9 നൊവേനയുടെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് 1-ാം ദിവസം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ ദിവസത്തെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ നൊവേന പ്രാർത്ഥനയിലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26 വചനം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം അവിടുന്ന് ഓർമ്മിപ്പിക്കും. പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ പഠനം, നമ്മുടെ ഏറ്റവും വലിയ അറിവ് അത് ഈശോയെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ്. അതുകൊണ്ടാണ് സുഭാഷിതം 9-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിൽ നമ്മൾ വായിക്കുക, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നാം ഈ യഥാർത്ഥ അറിവിലേക്ക് എത്തുക. സ്നേഹമുള്ളവരെ, വിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച് പരിശുദ്ധനായവനെ അറിയുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ സാന്നിധ്യം കൂടാതെ ഒരു മനുഷ്യനും പ്രാർത്ഥനയിലോ ആത്മീയ ശൈലിയിലോ ഒന്നും ശക്തി പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 6:63 ഇപ്രകാരം പറയുക, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ദൈവവചനം കൊണ്ട് നിറഞ്ഞ് ആത്മാവും ജീവനും നിത്യജീവനും കർത്താവിൻ്റെ ആ നിത്യതയിലേക്കുള്ള ഒരുക്കവും ഒക്കെ സ്വീകരിക്കുന്നവരാകാൻ വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകം നൊവേനയുടെ 1-ാം ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് നിറയ്ക്കട്ടെ. പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. ആമേൻ.